നമ്മുടെ കഴിക്കുന്ന പഴം വെച്ച് നമ്മൾ ഹെയർ മാസ്ക് യൂസ് ചെയ്യാറുണ്ടല്ലേ? ഈ ഹെയർ മാസ്ക് ആക്ച്വലി എഫക്റ്റീവ് ആണ്. ഈ ഹെയർ മാസ്ക് സംഭവം എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ ഹെയറിന് കണ്ടീഷൻ ചെയ്യാനാണ് നമ്മൾ ഈ ഹെയർ മാസ്കുകൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ പഴത്തിന്റെ ഹെയർ മാസ്കിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ പഴം നല്ല തിക്കായിട്ടുള്ള സാധനമാണ്. നമ്മൾ ജ്യൂസ് അടിച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല, വെറുതെ ക്രഷ് ചെയ്തിട്ടായിരിക്കും സ്കാൽപ്പിൽ തേക്കുന്നത്. അപ്പൊ അതിനെ കഴുകിക്കളയാനായിട്ട് നമ്മൾ ഒരുപാട് നോർമലി യൂസ് ചെയ്യുന്നേക്കാളും ഒരുപാട് ഷാമ്പു യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടീഷനിങ്ങിനും അപ്പുറം നമ്മുടെ സ്കാൽപ്പ് കൂടുതൽ ഡ്രൈ ആവും. കാരണം ഒരുപാട് ഷാമ്പു എടുക്കല്, ഒരുപാട് ലാദറിങ് വരികയും നമ്മുടെ സ്കാൽപ്പ് കുറച്ചുകൂടി ഡ്രൈ ആവാനാണ് ചാൻസ്. അപ്പൊ പഴത്തിനേക്കാളും നല്ലത് നോർമൽ ഹെയർ മാസ്കുകൾ യൂസ് ചെയ്യുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെമ്പരത്തി താളി എടുത്തിട്ട് നന്നായിട്ട് അരിച്ച് കളഞ്ഞതിന് ശേഷം കൊഴുപ്പില്ലേ, ആ ഒരു ഗ്ലൂ സാധനം, അത് മാത്രം തേച്ചാൽ നമുക്കൊരു പരിധി വരെ ആ ഒരു കണ്ടീഷണർ എഫക്റ്റ് കിട്ടും. പക്ഷെ ഒരു ഡെയിലി പ്രോസസ്സിന് ഏറ്റവും നല്ലത് നമ്മൾ നോർമൽ കണ്ടീഷണർ തന്നെയാണ്. കാരണം അതിനകത്ത് ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. നിങ്ങൾ ഡോക്ടറിനെ കൺവേഴ്സ് ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.